ആ ഓക്കെ നീ എല്ലാവരുമായിട്ട് മീറ്റായി. എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഞാൻ കുറേ നാളായി എന്നറിയാം വീഡിയോ ഇട്ടിട്ട്. ഞാൻ ലാസ്റ്റ് ഇട്ടത് കമ്മിങ് ബാക്ക് ഫ്രം ഖത്തറായിരുന്നു. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ കേരള കൊച്ചി സെൻറ്റ് തെരേസസ് കോളേജിൽ അഡ്മിഷൻ എടുത്തു. അപ്പോൾ നാളെ ഞങ്ങളുടെ ഈദത്ത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നാളത്തേക്കുള്ള ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് വ്ളോഗ് എടുത്താലോ എന്നിങ്ങനെ ആലോചിച്ച്. അപ്പം ഞാൻ വിചാരിച്ചു വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് മടിയാവും. രാവിലെ എഞ്ച് ഞാൻ വിചാരിക്കും എന്തിനാ വ്ളോഗ് എടുക്കുന്നേ, എന്തിനാ എന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷേ രാത്രി തന്നെ ഞാൻ വ്ളോഗ് എടുത്ത് തുടങ്ങിയാൽ പിന്നെ അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടാവില്ല. അപ്പം ഈ വ്ളോഗ് എടുക്കാൻ പോകുന്നു. അപ്പം ഞാൻ ഇടാൻ പോകുന്നത് അത് നോക്കട്ടെ. ഞാൻ ഇടാൻ പോകുന്നത് ഈ ഗ്രീൻ കളറിലെ ഡ്രസ്സും പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഇതുപോലെ ഇട്ടിട്ട് ബ്ലാക്ക് ജീൻസാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത്. രാവിലെ ആകുമ്പോൾ തന്നെ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റും. അപ്പോൾ ഇനി നാളെ കാണാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ ഡ്രസ്സൊക്കെ മാറി OOTD അവസാനം കാണിക്കാം. ഇനി ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യാണ്. അപ്പോൾ ഞാൻ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയൊന്നും ചെയ്യില്ല. ഞാൻ ആദ്യം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, പിന്നെ സൺസ്ക്രീൻ ആഡ് ചെയ്യും. ഇതാണ് ഞാൻ ആകെ സ്കിൻ കെയറിന് ചെയ്യാം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മോയ്സ്ചറൈസറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എനിക്ക്. പക്ഷേ ഇതിൻ്റെ മുഖം പെട്ടെന്ന് ഡ്രൈ ആവും. എൻ്റെ ഡ്രൈ സ്കിന്നാണ്. ഞാൻ ആദ്യം തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞാൽ ഞാൻ ജോയ്സിൻ്റെ സൺസ്ക്രീൻ ഉണ്ട്. SPF 60 PA+++ ആണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് രണ്ടും മസ്റ്റാണല്ലോ, എവിടെ പോകുന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്ത് വെക്കണം. നെക്സ്റ്റ് തിങ് ഞാൻ ചെയ്യുന്നത് ബ്ലഷാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഷീഗ്ലാൻഡിൻ്റെ ബ്ലഷാണ്. ബ്ലഷാണ് എൻ്റെ ഫേവറേറ്റ് ഔട്ട് ഓഫ് ഓൾ ദി മേക്കപ്പ്. അപ്പോൾ ഞാൻ അത് കുറച്ച് അപ്ലൈ ആക്കും. നമ്മൾ വിചാരിക്കും കുറേ ആവുന്നു, ബട്ട് അത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ബിക്കോസ് ഇത് ഭയങ്കര വാട്ടർ കാണും, എല്ലാം പോയി. സോ ഇറ്റ്സ് വാട്ടർ കൺസിസ്റ്റൻസിയാണ്. നമ്മൾ കുറച്ചധികം അപ്ലൈ ചെയ്ത് കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ കാണും. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കാണ്. സോ ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കോംബോ ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം പോയി കാണാം. അത് എൻ്റെ ചാനലിൻ്റെ അക്കൗണ്ടിൻ്റെ പേര് ഞാൻ മുകളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ലിപ്സ്റ്റിക്ക് ഇട്ട് കവറാക്കിയിട്ട് ഞാൻ ആദ്യം ലിപ് ലൈനർ അപ്ലൈ ചെയ്യും. നേരെ തിൻ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്ലൈ ചെയ്തതിന് ശേഷം റെഡ് ലിപ്സ്റ്റിക്ക്, ഞാൻ ഈ പ്രാവശ്യം ബ്രൗൺ ആഡ് ചെയ്യുന്നില്ല, നമ്മൾ റെഡ് ഫുള്ളിൽ ഫില്ലാക്കും. കണ്ടോ? അതിനുശേഷം ഞാൻ ഭയങ്കരമായിട്ടുള്ള തോന്നുന്നുണ്ട്, ബട്ട് അത്രയൊന്നുമില്ല. ഞാൻ വീണ്ടും ബ്രൗൺ വെച്ചിട്ട് ഒന്നും കൂടെ ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതുപോലെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐലൈനറാണ്. ഐലൈനർ ഞാൻ അധികമൊന്നും ചെയ്യില്ല, ചെറുതായിട്ടൊരു ലൈൻ വരയ്ക്കും. ഒരു തിൻ ലൈൻ ആണ് ഞാൻ വരയ്ക്കുന്നത്. അതുപോലെ നമ്മളൊരു തിൻ ലെയർ അപ്ലൈ ആക്കി കൊടുത്തു. നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. സോ അധികം ചെയ്യാറില്ല. ഓക്കെ, ചെയ്യാറില്ല. നമ്മളിനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്സസറീസാണ്. ഐ എം ഗോൾഡ് ആക്സസറി ഇഷ്ടമുള്ള ആളാണ്. ബട്ട് ഈ ഡ്രസ്സിന് എനിക്ക് തോന്നുന്നു സിൽവറാണ് കുറച്ചും കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് കുറച്ച്. ഓക്കെ, സിൽവറാണ് ചേരുന്നതെന്ന് തോന്നുന്നു. എന്ന് ഞാൻ കുറച്ച് സിൽവർ ഉണ്ടോ നോക്കട്ടെ, ഞാൻ സെലക്ട് ചെയ്തിട്ട് കാണിക്കാം. ആക്സസറീസ് നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ ഞാൻ ഇടുന്നത് ഇത്ര വലിയൊരു ഹൂപ്സാണ്. അത് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ എന്നാണ് ഇപ്പം എൻ്റെ ഇത് വെച്ച് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹെയറിന് ഞാൻ ഒരു ക്ലോക്ക് ക്ലിപ്പ് ആഡ് ചെയ്തു. ഇതാണ് നമ്മളുടെ മേക്കപ്പ്. ഇനി ഞാൻ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. മിറർ ചെയ്താണ്, ബട്ട് ഇതാണ് ടോപ്പ്. ആൻഡ് ഞാൻ ബ്ലാക്ക് ജീൻസാണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ ഉള്ളിലൊരു ഇന്നർ ഇട്ടിട്ടുണ്ട്, ബിക്കോസ് ഈ നെക്ക് ഇച്ചിരി ഡീപ്പാണ്. അപ്പോൾ ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സ്. നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻസിൽ എന്നോട് പറയണം. ആൻഡ് ഞങ്ങളുടെ പ്രോഗ്രാമിനെ പറ്റി ഞാൻ ആദ്യമൊന്നും പറഞ്ഞില്ലല്ലോ. സോ തിങ് ഈസ്, ഞങ്ങൾ ഈദത്ത് എന്ന് പറയുന്ന 2.0
എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് പോലത്തെ ഒരു സംഭവമാണ്. ഇറ്റ്സ് ലൈക്ക് ഡാൻസ് ഉണ്ടാവും, കുറേ ആൾക്കാരുടെ പെർഫോമൻസ് ഉണ്ടാവും. അത് ടിൽ ഒരു എത്ര മണി ലൈക്ക് നൈറ്റൊക്കെ വരെ ഉണ്ട് തോന്നുന്നു. ബട്ട് ഞാൻ അത്ര അധികം നേരം ഉണ്ടാവും എന്നറിയില്ല. ഞാനൊരു മേ ബി ഒരു 5:45, 6 ഒക്കെ ആകുമ്പോഴേക്കും തിരിച്ച് പോരും. ബട്ട് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഐ എം ലൈക്ക് സോ ഹാപ്പി വിത്ത് ഇറ്റ്. ഞാൻ മനസ്സിലാലോചിച്ച പോലെ തന്നെയാണ് ആയത്. സോ ഐ എം ഹാപ്പി. ഇപ്പോൾ നമ്മൾ ഒരു ഇൻസ്റ്റഗ്രാമിന് വേണ്ടി ഒരു ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ എടുത്തതിന് ശേഷം നമ്മൾ ഹെഡ് ഔട്ട് ആവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഞാൻ, ബട്ട് കഴിക്കണോ വേണ്ടെന്ന് ഞാൻ ആലോചിക്കാം. അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അപ്പോൾ വിൽ ഗോ. ടാറ്റാ, സീ യു അറ്റ് കോളേജ്. ഇപ്പോൾ നമ്മൾ ഹാളിലെത്തി, ഓഡിറ്റോറിയത്തിലെത്തി. ഇപ്പോൾ എല്ലാവരുമായിട്ട് മീറ്റായി. അവിടെ ഒരാളും കൂടി ഉണ്ട്. ഇനി നമുക്ക് പരിപാടി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മളപ്പോൾ ഹാളിലെത്തി ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് കണ്ട്. പരിപാടി തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകണുള്ളൂ. അപ്പോൾ എന്നിട്ട് ഷവർമ വാങ്ങാൻ പോവാണ്. ഷവർമ കുറച്ച് സ്റ്റോളൊക്കെ ഉണ്ട് കണ്ടു, ഇങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. വാങ്ങുമെന്നറിയില്ല. ഞാനൊരു സെക്കൻഡത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഉള്ളിൽ എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അവർ സ്വന്തമായിട്ട് സ്റ്റാൾ ഇടുമ്പോൾ അവർക്ക് അതിൻ്റേതായ പൈസ കൊടുക്കേണ്ടി വരും. സോ എല്ലാം ഇച്ചിരി പുറത്തേക്കാൾ എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിപ്പം കുറച്ച് ഡ്രിങ്ക്സ് വാങ്ങാൻ വേണ്ടി പുറത്ത് പോവാം. നമ്മൾ വാങ്ങിച്ചു ഗൈസ് ഫൈനലി. ആ ഓക്കെ, നീ മെഹന്തി ചെയ്തു. Celebrity model Arjun Shyam Govind is here. നമ്മൾ എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് it's for a handsome actually പെയിന്റ് ചെയ്തു. ക്യൂട്ട്. ഫൈനലി ഞങ്ങളുടെ ഇവന്റ് അവസാനിച്ചു. ഇതാണ് എൻ്റെ ഐ മേക്കപ്പ്. സോ ഞങ്ങൾ ഡാൻസൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോവാണ്. എനിക്ക് മതിയായും. സോ ഡൺ. ഞാൻ വ്ളോഗ് ഇവിടെ നിർത്തും. ഇനി അടുത്ത വ്ളോഗായിട്ട് വരുന്നവരെ ബൈ.